ചെല്ലു പറഞ്ഞു. ആ പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് പേര് വരാൻ എന്നാ മാർഗം. അങ്ങനെ അന്ന് കേരളത്തിലെ ആകെയുള്ള ഏക സിനിമാ മാസിക നിങ്ങൾക്കറിയാം, അത് സിനിമാ മാസിക എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ടായി. അപ്പം അതിൻ്റെ സബ് എഡിറ്റർ എൻ്റെ ഒരു കസിനായിരുന്നു. അപ്പം ബാലേന്ദ്രൻ മലയാള സിനിമയ്ക്ക് മമ്മൂട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്ത സത്യത്തിൽ ഈ ബാലേന്ദ്രനാണ്. സത്യത്തിൽ അദ്ദേഹമാണ് ആദ്യം അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ പറയുന്നു. അപ്പോൾ അദ്ദേഹമാണ് അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു കവിത പബ്ലിഷ് ചെയ്തു. ആ കവിത പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ജോലി പരമാവധി ആളുകളോട് ഞാൻ പറഞ്ഞു കിടന്നു, ഈ പ്രാവശ്യത്തെ സിനിമാ മാസിക വായിച്ചു നോക്കണം എന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുറേ കാലം അതൊക്കെ കഴിഞ്ഞാണ് പിന്നീട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യസ്വത്തിൽ എൻ്റെ അച്ഛനോട് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത്. നാട്ടിൽ കോളേജ് ഉണ്ടായിട്ട് പോലും എൻ്റെ അച്ഛനെ പഠിപ്പിച്ചത് തിരുവനന്തപുരം ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജ്. എന്തിനാണ് എന്നെ വിട്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ചെല്ലുന്ന സമയത്ത് അന്ന് കേരളത്തിൻ്റെ ഈ സാഹിത്യ രംഗത്തെ പരിച്ഛേദം മുഴുവൻ അവിടെ ഉണ്ട്. ONV കുറുപ്പ് സാറിൻ്റെ അധ്യാപകനായിരുന്നു. കൃഷ്ണനാരായണൻ നമ്പി സാറ്, M കൃഷ്ണനായർ സാറ്, തിരുവനന്തപുരം കരുണാകരൻ, GN പണിക്കർ സാറ്, ഹൃദയകുമാരി ടീച്ചർ, അങ്ങനെ മലയാളത്തിലെ D വിനയേന്ദ്രൻ സാർ, അങ്ങനെ മലയാളത്തിലെ ഞാൻ എക്കണോമിക്സ് ആയിരുന്നില്ല, എൻ്റെ സെക്കൻഡറി ഇംഗ്ലീഷ് മലയാളമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഈ വായനയിൽ M കൃഷ്ണനായർ സാറിൻ്റെ ക്ലാസ്സാണ് സത്യത്തിൽ അദ്ദേഹം ആകെ ഒരു വർഷം പഠിപ്പിച്ചത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ചങ്ങമ്പുഴയുടെ മനസ്സിനി എന്ന് പറയുന്ന കവിത. നീ മഞ്ചത്തെറ്റി പൂങ്കുല പോലെ മഞ്ഞു വിടലും പുറകാരെ വന്നു കിടല് നീയൻ മുമ്പിൽ നിർവൃതി തൻപൊൻകതർ വഴി 4 വരിയെ പഠിപ്പിച്ചുള്ളൂ. കാരണം ഇതിന് പുസ്തകം മടക്കി വെച്ചാൽ പിന്നെ ലോക സാഹിത്യത്തിലെ എല്ലാ സാംസ്കാരിക എഴുത്തുകളെക്കുറിച്ചും ആ ക്ലാസ് കൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വായിക്കാൻ തുടങ്ങിയ ശീലമാണ് സത്യത്തിലെ. പിന്നീട് എന്തൊക്കെ എഴുതിയപ്പോൾ ഈ ONV സാറ് പറഞ്ഞ പോലെ തോന്നിയാക്ഷരങ്ങളായിട്ട് എഴുതിയത് പലരെ കാണിക്കാൻ മടിച്ചു വെച്ചൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് എനിക്ക് വളരെ ഗുരുതുല്യനായ B മധുസൂദനൻ സാറ് ഞാനുമായിട്ട് വളരെ ആത്മബന്ധമുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയ 1-2 ലേഖനങ്ങൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ കാണിച്ചപ്പോൾ ഇത് മനുഷ്യരെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കുമെന്നൊക്കെ എനിക്ക് അറിയില്ലാത്ത സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്കൊരു കഥ അറിയാവോ? എൻ്റെ നാണാണത്ത് പ്രാന്തൻ എന്ന് പറഞ്ഞ ഏറ്റവും അറിയപ്പെടുന്ന പുസ്തകം, ആ കവിത 8 വർഷക്കാലം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടാണ് പബ്ലിഷ് ചെയ്തത്. കാരണം അങ്ങനെ ആ പുസ്തകത്തിൽ അങ്ങനെ കഥയുണ്ടായിട്ട് പിന്നെ അദ്ദേഹം പറയുമ്പോൾ ഞാൻ അറിയുന്നത്. പക്ഷേ നാണാണത്തോളം പിന്നീട് മലയാളത്തിൽ വലിയ ഒരുപാട് ആളുകൾ വായിച്ച് കേട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടൊരു കവിതയാണ്. അങ്ങനെയാണ് മംഗളത്തെ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് ഞാൻ ഇങ്ങനെ ബന്ധപ്പെട്ട് ഈ എഴുത്ത് തുടങ്ങി. എഴുതിയപ്പോഴേ സത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സത്യത്തിൽ അച്ഛന്മാരാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ പലരും എന്നോടൊന്നും പറയാറില്ലെങ്കിൽ പലരും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒക്കെ അവിടെയുള്ള പള്ളിയിലെ ഏതെങ്കിലും ചടങ്ങിലും അച്ഛന്മാർ പറയും ആ ലേഖനം നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് സ്വാഭാവികമായിട്ട് ഒരാൾക്കുണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം വലിയ പ്രശ്നമായി. അത് വലിയ സന്തോഷമായി. അങ്ങനെയാണ് ഞാൻ പിന്നെ നിരന്തരമായി എഴുത്തു തുടങ്ങി. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗകര്യം എന്ന് വെച്ചാൽ എനിക്കൊരു ഓഫീസ് സംവിധാനമൊക്കെ ആയി. വിപ്ലവപ്പോഴത്തേക്ക് ഞങ്ങളുടെ അവിടെ ഓഫീസിനകത്ത് എനിക്ക് എഴുതാനും മറ്റേത് ഞാൻ എല്ലാം എഡിറ്റിങ്ങും പ്രിന്റിങ്ങും എല്ലാം കമ്പോസിങ്ങും എല്ലാം നമ്മൾ തന്നെ ആയ ഒരവസ്ഥയിൽ നിന്ന് മാറി കുറെ കൂടെ ഫ്രീ ആയപ്പോൾ നിയമസഭാ ലൈബ്രറി വലിയൊരു ഘടകമായി. ഒരുപാട് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ലേഖനങ്ങൾ റെഫർ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ സാമാജികൻ സാക്ഷി എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകം, സാമാജികൻ സാക്ഷി. പക്ഷേ ഇന്നൊരു രഹസ്യമുള്ള കാര്യം, ഇന്നാണ് എനിക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് മുഴുവൻ ഒരു ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു. അത് ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന കാലത്ത് സാറേ. അപ്പൊ ആ ലേഖനങ്ങൾക്കെല്ലാം അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ പുസ്തകം ഞാൻ ഇപ്പൊ അധികം വരെ കാണിക്കാറില്ല. പിന്നീട് വന്നപ്പോഴാണ് ഇത് 2ാമത്തെ പുസ്തകം ഞാൻ എഴുതാൻ കാരണം എൻ്റെ സുഹൃത്ത് വിട്ടിരിപ്പുണ്ട്, കണ്ടില്ല, ഉണ്ടായിരുന്നു, എൻ്റെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ 2ാമത്തെ പുസ്തകത്തിൻ്റെ പേരിടണം എന്നുള്ള എന്ത് തീരുമാനിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, സുമേഷിൻ്റെ മകൻ. ഞാൻ അവരോട് ചോദിച്ചു, നിന്റെ അമ്മയാണോ നിന്റെ അച്ഛനാണോ പേരെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ തമാശക്കൊന്ന് എന്നോട് പറയുന്നു, അമ്മ പള്ളിപ്പുലിയാണെങ്കിൽ അച്ഛൻ പുള്ളിപ്പുലിയാണെന്ന് പറഞ്ഞു. ആ പുസ്തകത്തിൽ അങ്ങനെ ഞാൻ പേരിടാൻ കാരണം അത് ഞാൻ കുറിച്ച് വെച്ചു. അങ്ങനെ ആ പുസ്തകത്തിന്റെ പേര് സത്യം അങ്ങനെയാണ്.
സാമാജികൻ സാക്ഷരത്തിൽ ഞാനിട്ട പേരല്ല, അത് മംഗളത്തിലെ ശ്രീകുമാറാണ് പേരിട്ടത്. ഇതിന് എന്ത് പേരിടണമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇത് അപ്പൊ ഇതിനകത്ത് പ്രശ്നം കൂടെ വന്നത്. കാരണം ഈ മലയാളത്തില് ഈ പബ്ലിക് ഫിനാൻസ് അധികം പുസ്തകം, എൻ്റെ സബ്ജക്റ്റ് അതായിരുന്നു. ഞാൻ പുസ്തകത്തിന് എടുത്തത് സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചറും റവന്യൂ തമ്മിലുള്ള ഒരു കോറിലേഷൻ്റെ വിഷയമായിരുന്നു. പക്ഷെ അതിനുവേണ്ടി റെഫർ ചെയ്യാൻ പോയപ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വളരെ കുറവ്, മലയാളം പുസ്തകം കുറവ്. പബ്ലിക് ഫിനാൻസിൽ കേരളത്തിൽ മലയാളത്തിൽ പുസ്തകം വളരെ കുറവ്, പൊതുധനകാര്യം. പക്ഷേ നിയമസഭാ സാമാജികനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ സാമാജികനും സത്യത്തിൽ സബ്ജക്റ്റ് കൃത്യമായി നിയമസഭയിൽ പഠിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യമുള്ള സാമ്പത്തിക ശാസ്ത്രം അറിഞ്ഞിരിക്കുന്നത് സഹായകരമാകുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് പറയുന്ന നിയമസഭയിലെ നിയമനിർമ്മാണത്തിന് ഒഴിച്ചുള്ള മറ്റേ നമ്മുടെ ധനകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മുഴുവൻ കോൺസെപ്റ്റുകളും സത്യത്തിൽ വരുന്നത് ഈ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ അങ്ങനെ പുസ്തകത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് സത്യത്തിൽ ഈ ലേഖനങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതുപോലെ വർത്തമാനകാല പ്രസക്തമായ കുറേ പ്രശ്നങ്ങൾ. ഇതിനകത്ത് ഇവിടെ പ്രമോദ് നാരായണൻ അവസാനം പറഞ്ഞു വെച്ചൊരു കാര്യം, ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് സത്യത്തിൽ ആദ്യം ഞാൻ വായിക്കുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതൊക്കെ മാണി സാറായിരുന്നു. ഞാൻ ഓർക്കും മാണി സാർ എത്രയോ ചില ആളുകൾ എത്ര ദീർഘവീക്ഷണമുള്ളവരായിരുന്നു. കാരണം ഒരുപക്ഷെ ഇന്നത്തെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അന്ന് കേരള കോൺഗ്രസ് ഉയർത്തിയ മുദ്രാവാക്യമാണ് സംതൃപ്തമായ സംസ്ഥാനങ്ങളും ശക്തമായ കേന്ദ്രവും. 1964 പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് പറഞ്ഞ മുദ്രാവാക്യം. പിന്നെ അത് പറഞ്ഞ് ഞാൻ കേട്ടില്ല.